ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് SSLC മാത്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത എക്സാം മാത്സ് ആണെന്നാണ്. കഴിഞ്ഞ എക്സാംസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക, എളുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഫിസിക്സ് ബയോളജി ഒക്കെ നോക്കുന്ന സമയത്ത് കെമിസ്ട്രി ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ നന്നായിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഞാൻ ഇനി മാത്സിൻ്റെ കാര്യം പറയാം. മാത്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും പേടിച്ച് കാണണ്ട. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എഴുതി പഠിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടും. പിന്നെ ഓരോ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്ന ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ പല ഇക്വേഷൻസ് എന്തായാലും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷുവറായിട്ടും ഒരു പേപ്പർ എടുത്തുകൊണ്ട് അതിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇക്വേഷൻ വൈസ് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഓരോ ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മൾ അത് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആയിക്കോട്ടെ, അപ്പോൾ ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, അരിത്തമാറ്റിക് സീക്വൻസ് ആയിക്കോട്ടെ, ഏതായാലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനനുസരിച്ച് വല്ലതും ഇക്വേഷൻ ഓർമ്മ വരുന്നില്ലെങ്കിൽ ഈ പേപ്പർ എടുക്കാൻ നോക്കുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഇക്വേഷൻ നമുക്ക് മനപ്പാടമായിട്ട് തീരും. നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരില്ല കാണാതെ. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് പ്രോബ്ലംസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളിങ്ങനെ വായിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്തായിരിക്കും ഇക്വേഷൻ എന്നുള്ളത് മനസ്സിലാകും. ഫസ്റ്റ് ചാപ്റ്ററാണ് അരിത്തമാറ്റിക് സീക്വൻസ്. അവിടെ നമ്മൾ പേടിക്കുന്ന രീതിയിലുള്ളൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് പോലുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് അതിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റാതെ കൃത്യമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് തെറ്റും. അപ്പോൾ കാൽക്കുലേഷനൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മുന്നേ വന്നുള്ള കുറേ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എല്ലാ ചാപ്റ്ററിനും അതൊന്നും വന്നിട്ടുള്ള ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കുക. അതേപോലെ മറ്റൊരു ചാപ്റ്ററാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. സർക്കിൾസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ കോഡ്, ആർക്ക് അങ്ങനെയൊക്കെ വേണ്ട ചെറിയ ചെറിയ ടോപ്പിക്സാണ്. അതും അത്രയ്ക്ക് വലുതായിട്ടൊന്നുമില്ല. അതിൽ 2-3 ക്വസ്റ്റ്യന് വരയ്ക്കാനായിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അവസാനത്തെ ഒരു ആക്ടിവിറ്റിയിൽ അങ്ങനെ വരയ്ക്കാനൊക്കെ ആയിട്ട് എന്തായാലും വരും. അപ്പോൾ വരയ്ക്കാനൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്ററാണ് എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നാണ്. പ്രോബബിലിറ്റിയാണ്. വളരെ സിമ്പിളാണ്. പെയേഴ്സ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞുള്ള കുറേ ടോപ്പിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഐഡിയ കിട്ടും. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിൽ നിന്ന് വരിക. 4ാമത്തെ ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ചാപ്റ്ററാണ്. സെക്കൻഡ് ഡിഗ്രി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്ന ചാപ്റ്ററാണ്. ആ ഒരു ഇക്വേഷൻ തന്നെ പഠിച്ചു വെച്ചാൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അതിലത്തെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ആ കോൺസെപ്റ്റ് അറിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഒരു കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ആ ഒരു ഇക്വേഷനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഏകദേശമൊക്കെ ചെയ്ത് ഒപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും അതെന്ന് വരിക. എന്ന് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. 5ാമത്തെ എനിക്ക് തോന്നുന്നു ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സിമ്പിളാണ്. സൈൻ, കോസ്, ടാൻ്റെ ഇക്വേഷൻസ് ആകെ അത് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അത് വെച്ചിട്ട് ചിത്രം വരച്ചുകൊണ്ട് സൈനും കോസും ടാനും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ അതെന്തായാലും 5 മാർക്കിനായിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. പിന്നെ ഒരു ലൈൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പാടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ. സ്ലോപ്പൊക്കെ വെച്ചിട്ട് പഠിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ അതിന് നമ്മൾ സ്ലോപ്പ് കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പാഠമാണ് ടാൻജൻസ് എന്ന് പറയുന്ന പാഠം. ടാൻജൻസിൽ നോക്കുമ്പോൾ 2-3 പ്രൂഫ് പഠിക്കാനായിട്ടുണ്ട്. സർക്കിൾ വരച്ചുകൊണ്ട് അതൊക്കെ പ്രൂഫൊക്കെ അതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ പ്രൂഫൊക്കെ പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ടാൻജൻസിനെ വരച്ചിട്ട് പിന്നെ അതിൽ വരയ്ക്കാനും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വരയ്ക്കാനും ഉണ്ട്. ടാൻജൻസ് വരയ്ക്കാനായിട്ടുണ്ട്. അതും പഠിക്കണം, ടാൻജൻസ് വരയ്ക്കാൻ. പിന്നെ നമ്മൾ 9ലൊക്കെ പഠിച്ചിട്ടുള്ള പോളിനോമിയൽസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്തൊരു ചാപ്റ്റർ. 9ാമത്തെ ചാപ്റ്റർ സംതിങ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പോളിനോമിയൽസ് സിമ്പിളാണ്. ജസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ തന്നെ മതി. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഏറ്റവും പെട്ടെന്ന് മാർക്ക് പോകുന്ന ഒരു ഭാഗവുമാണ്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് കാണുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ പഠിച്ചു പോയാൽ സിമ്പിളായിട്ട് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതിലത്തെ ചോദ്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും പെട്ടെന്ന് മാർക്ക് കുറേയാണ് കളയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഐ തിങ്ക് 6 മാർക്ക് സംതിങ് അല്ലേ വരാറ്. അപ്പോൾ ഒരു ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് മതി ആ ചോദ്യത്തിലെ ഫുൾ അങ്ങോട്ട് തെറ്റും. കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ടായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം തെറ്റിയത് തന്നെ ബാക്കിയുള്ള എല്ലാം തെറ്റും.
അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 9th പ്രിസം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ കോണ്, അതുപോലെ തന്നെ ക്യൂബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ, സ്ഫിയറിൻ്റെ ആണെങ്കിൽ 4π3πr³ ഇങ്ങനെയുള്ള ഓരോ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. സിലിണ്ടർ, അപ്പോൾ ഓരോന്നിൻ്റെ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇക്വേഷൻസ് മാത്രമായിട്ടൊരു ബുക്കോ പേപ്പറിലോ എഴുതി വയ്ക്കുക. എന്നിട്ട് അത് ക്ലിയർ ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ അപ്പോൾ തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, കാൽക്കുലേഷനൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യുക. അതൊക്കെയാണ് ഈ ചാപ്റ്റേഴ്സിൽ പറയാനായിട്ടുള്ളത്. പിന്നെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ദിവസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ദിവസങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. മാത്സിൽ മാക്സിമം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് മാത്സിൽ നമ്മൾ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. പിന്നെ കുറേ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫുകളുണ്ടല്ലോ, പ്രൂഫ് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ ട്രിഗണോമെട്രി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അരിത്തമാറ്റിക് സീക്വൻസ് ഒന്നും ചെറുതായി കാണരുത്. എല്ലാ ചാപ്റ്റേഴ്സിനും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഹയർ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആദ്യം പഠിച്ചുകൊണ്ട് ബാക്കിയുള്ളത് അവസാനത്തേക്ക് മാറ്റി വയ്ക്കുക. എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് പഠിച്ച് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ, എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ.